പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിലാണ്. ഇവിടെ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ നമ്മുടെ ഡോൺ ബോസ്കോയും അതുപോലെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും കൂടെ ചേർന്ന് സ്പോട്ട് ഫോർ ചേഞ്ച് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഇനാഗ്രേഷനാണ്. അപ്പോൾ നമുക്കതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. പുതുപ്പള്ളിയിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഞാൻ വന്നിട്ടുണ്ട്, വീട്ടിൽ വന്നിട്ടുണ്ട്. ഇവിടെ അല്ലേ 2013 പിന്നെ ഇലക്ഷൻ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. രണ്ടിപ്പൻ്റെ ഇലക്ഷൻ അന്ന് ഒരു ദിവസം ഞാൻ ഒരു ദുബായി പോകുന്ന ദിവസം രാവിലെ. ശരി.
വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ചടങ്ങിൽ അലങ്കരിക്കുന്ന ശ്രീ ചുറ്റത്തിലും ഈ മഹനീയമായ ചടങ്ങിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഓണറബിൾ ഗവർണർ ഓഫ് മഹാരാഷ്ട്ര. സമയങ്ങളുണ്ട്. എന്തായാലും എല്ലാവരുടെയും പേരുകൾ മഹനീയമായ വ്യക്തിത്വങ്ങളെ സദസ്സിലിരിക്കുന്ന മഹനീയമായ പ്രിയപ്പെട്ട അനിയത്തിമാർ, നമ്മുടെ നാടിൽ കടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്തുകളിൽ ഒന്നാണ് നമ്മുടെ കുട്ടികൾക്കിടയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി വ്യാപനം. അല്ലെങ്കിൽ കുട്ടികൾ അവരുടെ ജീവിതം മറന്നുകൊണ്ട്, അവരുടെ വലിയ ഭാവി മറന്നുകൊണ്ട് അവർ അറിയാതെ പോയി ചാടിക്കൊണ്ടിരിക്കുന്ന വലിയ വിപത്തിനെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ജനപ്രതിനിധികളും നമ്മുടെ ജാതി മത സംഘടനകളും നമ്മുടെ സാംസ്കാരിക സംഘടനകളും എല്ലാം ചേർന്ന് നമ്മുടെ നാടിനെയും നമ്മുടെ വരും തലമുറയെയും വലിയ രീതിയിലേക്ക് മികച്ചതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഡോൺ ബോസ്കോ കമ്മ്യൂണിറ്റി ബഹുമാനപ്പെട്ട ഏറെ ആദരിക്കുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ പേരുള്ള ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനോട് ചേർന്ന് ഇന്നിവിടെ നടത്തുന്ന ഈ ഒരു കുട്ടികളെ സ്പോർട്സിലേക്ക് എത്തിക്കാനുള്ള വലിയൊരു ഉദ്യമത്തിന്റെ ഭാഗമായി നടത്തുന്ന ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലേറെ അഭിമാനമുണ്ട്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെ വഴിതെറ്റിക്കുന്ന, നിങ്ങളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകുന്ന നിരവധി ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാം. അവിടെ കൊണ്ടുപോയി വീഴാതെ ജീവിതത്തിൽ ലഹരിയായി കാണാനും ആ ലഹരി കൂടുതൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കരിയറിനെ കൂടുതൽ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ ഇന്ന് നമുക്ക് മുന്നിൽ നിരവധി സാധ്യതകളുണ്ട്. സ്പോർട്സ് രംഗത്ത് ഇന്ന് ലോകത്തിന് മുന്നിൽ അഭിമാനിക്കത്തക്ക നിരവധി വ്യക്തിത്വങ്ങൾ നമുക്ക് ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ തന്നെ അവരുടെ ജീവിതത്തിൽ ലഹരിയായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോയതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ലക്ഷ്യബോധം എത്തിച്ചേരുക. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേറൊന്നും നിങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. വീറും വാശിയോട് കൂടിയിട്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പരമാവധി പരിശ്രമിക്കുക. ഞാനും അങ്ങനെ തന്നെ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു. അക്കാലത്ത് IPL-ലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് കുറെ പരിശ്രമിച്ചു. അപ്പോൾ മനസ്സിലായി സ്പോർട്സിലൊന്നും എത്തിപ്പെടാൻ കഴിയുന്നില്ലെങ്കിലും നമുക്ക് ഭാവിയിൽ ആരെങ്കിലുമൊക്കെ ആയിത്തീരാൻ വേണ്ടിയിട്ട് പരിശ്രമം തുറന്നുകൊണ്ടിരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അങ്ങനെ തുടർന്ന ഒരു പരിശ്രമത്തിന്റെ ഫലമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുന്ന ഈ അടിയന്മാരാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ എന്നെ പോലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വീരങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ള നിരവധി മതബന്ധങ്ങളെ പോലെ നിങ്ങളും എത്തിച്ചേരാൻ കഴിയട്ടെ. നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും അമൂല്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളെ വഴിതെറ്റിക്കുന്ന, നിങ്ങളെ മോശമായ രീതിയിൽ സഞ്ചരിക്കുന്ന ഒരു സുഹൃത്തായിക്കോട്ടെ മറ്റൊരാളായിക്കോട്ടെ അവിടങ്ങളിലെല്ലാം നിങ്ങൾക്ക് കൃത്യമായി തിരിച്ചറിവുണ്ടാവട്ടെ. നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ രക്ഷകർത്താക്കൾക്ക് നമ്മുടെ സമൂഹത്തിന് കഴിയട്ടെ. ഇന്നലെ നമ്മുടെ സമൂഹത്തെ മനോഹരമായി നിയന്ത്രിച്ചിരുന്നത് ഈ നാട്ടിലെ ഒരു പാരൽ നിയമ സംവിധാനമായിരുന്നു. ആ പാരൽ നിയമ സംവിധാനം അധ്യാപകരാൽ നിയന്ത്രിക്കപ്പെട്ടിരുന്നു. ആ പാരൽ നിയമ സംവിധാനം രക്ഷകർത്താക്കളാൽ നിയന്ത്രിക്കപ്പെട്ടിരുന്നു. ആ പാരൽ നിയമ സംവിധാനം സഭകളാലും അതുപോലെ തന്നെ മറ്റ് ഇതര ജാതീയ മത സംഘടനകളാലും നിയന്ത്രിക്കപ്പെട്ടിരുന്നു. അത്തരം പാരൽ നിയമ സംവിധാനങ്ങളായിരുന്നു നമ്മുടെ നാട്ടിൽ ഇന്ന് ഈ കാണുന്ന എന്തെങ്കിലുമൊക്കെ മൂല്യം നമ്മുടെ നാടിന് ഉണ്ടാക്കുന്നത്. കാര്യം നമ്മുടെ നിയമ സംവിധാനത്തിന് നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കത്തക്ക രീതിയിലോ നിങ്ങളെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന രീതിയിലോ എല്ലാ കാര്യങ്ങളും ഇടപെടാൻ കഴിയാതിരിക്കുമ്പോൾ ഇത്തരം പാരൽ നിയമ സംവിധാനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇടപെടുകയും അതിലൂടെ നമ്മുടെ നാടിനെ നേർവഴിക്ക് നയിക്കുകയും ചെയ്തു. ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ കുറെ നാളുകളായി സ്വാതന്ത്ര്യത്തെ മിസ്യൂസ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയകളിൽ മറ്റും നടക്കുന്ന ചർച്ചകളിലൂടെ ഇത്തരം സംവിധാനങ്ങളെ എല്ലാം ഭയപ്പെടുത്തി. അധ്യാപകർ ഭയപ്പെട്ടു, രക്ഷകർത്താക്കൾ ഭയപ്പെട്ടു, മറ്റു സഭാ നേതാക്കന്മാർ ഭയപ്പെട്ടു. അതുകൊണ്ട് തന്നെ നിങ്ങളെ നിയന്ത്രിക്കുന്നതിന് അവർ പിന്നോട്ട് പോയി. ദയവ് ചെയ്ത് അങ്ങനെ പിന്നോട്ട് പോകാതെ നമ്മുടെ നാടിനെ മനോഹരമായി നയിക്കാൻ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഇടപെടണം. നമ്മുടെ സർക്കാർ നിയമ സംവിധാനത്തോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ചേർന്ന് നമ്മൾ മറ്റൊരാൾക്ക് ദോഷം ചെയ്യാത്ത രീതിയിൽ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന നിയമ സംവിധാനം കൃത്യമായിട്ട് ഇടപെടണം. നമ്മുടെ നാട് മാത്രമായി മാറണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം ചെയ്യുന്നു. Respected Father Josh, respected Akhil Mara, respected my mother who has been here traveling all the way from Trivandrum, my nephew, respected Panchayat presidents, respected coordinators of Mujandi Foundation, coordinators of Mujandi Sports Foundation, members of Panchayat, dear friends. It's a great honor and privilege to be here in this moment, to be part of inauguration of Sports for Change. It's also a great honor that His Excellency the Governor of Maharashtra himself has agreed to come here to inaugurate this program. So, it is with full heart we welcome His Excellency to our place
and we are honored by the presence of His Excellency, our Governor of Maharashtra, Sri C.P. Radhakrishnan. Please give him a round of applause. മഹാരാഷ്ട്രയിലെ ഗവർണർ അദ്ദേഹം ഇങ്ങോട്ട് എൻ്റെ പിതാവിൻ്റെ കല്ലറയിലോട്ട് വരികയാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം വന്നത്. അപ്പോഴാണ് പ്രിയപ്പെട്ട അച്ഛൻ നമ്മളോട് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ പരിപാടിയുടെ ഇനോഗ്രേഷൻ, ഈ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ചെറുപ്പക്കാരെ കാർന്നുതിന്നുന്ന സിന്തറ്റിക് ലഹരി നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ കുട്ടികളെയും നമ്മുടെ ചെറുപ്പക്കാരെയും എല്ലാ വയസ്സുള്ള ആൾക്കാരെയും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു കാരണവശാലും ഇനി മുന്നോട്ട് ഇങ്ങനെ പോകാൻ സാധിക്കുന്നില്ല. ഞാൻ ഇന്നലെ ശേഷം പ്രഖ്യാപിച്ച ഒരു കാര്യം, പുതുപ്പള്ളിയെ ഒരു സ്പോർട്സിന്റെ സെന്ററാക്കി മാറ്റുക എന്നതാണ്. അത് അന്ന് മുതൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. പുതുപ്പള്ളിക്ക് വേണ്ടി മാത്രമല്ല, കോട്ടയത്തിനും കേരളത്തിനും പ്രയോജനപ്പെടുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം, 5 സ്ഥലങ്ങളിലാണ് ഇന്ന് ബ്രെക്സും ഡോൺ ബോസ്കോയും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും നമ്മുടെ പ്രവർത്തനം ഇന്ന് തുടങ്ങുന്നത്. 5-ൽ 1 ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ തുടങ്ങിയ ടർഫിനാണ്. ഒരു വർഷത്തിന് മുമ്പ് പ്രിയപ്പെട്ട പിതാവിന്റെ ഓർമ്മ ദിവസം തുടങ്ങിയ ആ ടർഫും ഇതിനകത്ത് ഇതിന്റെ ഭാഗമായി തുടങ്ങിയിരിക്കുകയാണ്. നമുക്കിനി പുതുപ്പള്ളി ഒരു സ്പോർട്സിന്റെ ഹബ്ബാക്കി മാറ്റേണ്ടതുണ്ട്. അതിൽ പല പ്രവർത്തനങ്ങൾ ഈ പുതുപ്പള്ളി പഞ്ചായത്തിൽ തന്നെ മികച്ച ഒരു നിലവാരമുള്ള ഒരു സ്റ്റേഡിയം, ഇൻഡോർ സ്റ്റേഡിയവും സ്വിമ്മിംഗ് പൂളുടെ കൊണ്ടുവരുവാനുള്ള ശ്രമത്തിലാണ് ഇന്ന് നമ്മൾ. ഒരു സംശയം വേണ്ട, ഒരു വർഷത്തിനുള്ളിൽ അതും പുതുപ്പള്ളിയിൽ സാധ്യമായിരിക്കും എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഈ 2 സ്ഥലങ്ങളിൽ എവിടെയൊക്കെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ പ്രവർത്തനമുണ്ടോ അവിടെയൊക്കെ ഫ്രീ ആയിട്ടായിരിക്കും സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാം, ട്രെയിനിങ് ഇവിടെ ഡോൺ ബോസ്കോ കൊടുക്കുന്ന ട്രെയിനിങ് ഫ്രീ ആണ്. അതുപോലെ പുതുപ്പള്ളിയിലുള്ള ടർഫിൽ, പുതുപ്പള്ളിയിൽ വരാൻ പോകുന്ന സ്വിമ്മിംഗ് പൂളിലും അതുപോലെ തന്നെ ഇൻഡോർ സ്റ്റേഡിയത്തിലും എൻട്രി ഫ്രീ ആയിരിക്കും നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുവാനുള്ള പോരാട്ടമാണ്. അപ്പൊ നമുക്കറിയാം, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സായി ഈ വരുന്ന മാസം 7-8 തീയതികളിൽ ഒരു ഓറിയന്റേഷൻ ക്യാമ്പിന് വരിക. എന്താ പറയാമോ, കയാക്കിംഗ്, കനോയിങ്, തുഴച്ചിൽ എന്ന് മലയാളത്തിൽ പറയും. അത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രത്യേക താല്പര്യമെടുത്ത് ഇവിടെ വന്ന് ട്രെയിനിങ് കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ കുട്ടികൾക്ക്. അവർക്ക് വളരുവാൻ ഉന്നമടയിലെ അവരുടെ സെന്ററിനെ വിസിറ്റ് ചെയ്തിരുന്നു. അവർ പറഞ്ഞു, ഒരു സംശയം വേണ്ട, പുതുപ്പള്ളിയിലേക്ക് വരും. ഇന്ന് പുതുപ്പള്ളിയിലേക്ക് വരിക. പഞ്ചായത്തിൽ ഇന്ന് രാവിലെ ഇവിടുത്തെ ജോഷത്തിൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുതുപ്പള്ളിയിലെ എന്താ പറയുക, വെള്ളമുള്ള സ്ഥലം ഉൾപ്പെടി അത് തുടങ്ങാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കണം. അതും നമ്മൾ നോക്കാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും അതിനും പങ്കാളികളാണ്. കാരണം സ്പോർട്സിലൂടെ മാത്രമേ നമ്മുടെ നാടിനെ സംരക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ 2 സംസ്ഥാനങ്ങൾ, പഞ്ചാബും കേരളവും, ലോകത്തിന്റെ മാറ്റങ്ങൾ കൊണ്ടുവന്ന 2 സംസ്ഥാനങ്ങളാണ് കേരളത്തിലെ. പഞ്ചാബിൽ ഇന്ന് ഡ്രഗ്സിന്റെ കുറ്റൊഴുക്കാണ്. എവിടെ നിന്നാണ് വരുന്നതെന്ന് സംശയമില്ല. തൊട്ടടുത്ത രാജ്യത്ത് തന്നെയാണെന്ന് എനിക്ക് സംശയമില്ല. ഇന്ന് കേരളത്തിലും അതുപോലെ ആരൊക്കെയോ ചേർന്ന് സിന്തറ്റിക് ഡ്രഗ്സ് ഒഴുക്കുക. കാരണം നിങ്ങൾ ഓരോരുത്തരും ഈ ലോകത്തെ തന്നെ മാറ്റുവാനുള്ള ശക്തി ഉണ്ടായെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകത്തിന്റെ മാറ്റത്തിന്റെ കാവൽക്കാരായി മലയാളികൾ മാറുന്നുണ്ട്. നിങ്ങൾ വത്തിക്കാനിൽ പോയി നോക്കൂ. അവിടെ ഞങ്ങൾക്ക് സർവ്വമത സമ്മേളനം നടത്തുവാൻ സഹായിച്ച അഭിയന്യ ജോർജ് പൂക്കാട്ട് പിതാവുണ്ട്. വൈറ്റ് ഹൗസിൽ പോയി നോക്കൂ. അവിടെ ഫാദർ അലക്സാണ്ടർ കുര്യൻ എന്ന് പറഞ്ഞ അച്ഛനുണ്ട്. 2 പേരും ഹാൻഡിൽ ചെയ്യുന്ന ഒരേ പോർട്ട്ഫോളിയോ, മതസംവാദത്തിന് വേണ്ടിയുള്ള ചാർജുള്ള ആളുകൾ. കഴിഞ്ഞ ദിവസം വായിച്ചു, ഓസ്ട്രേലിയയിലെ പ്രൈം മിനിസ്റ്ററിനെതിരെ മത്സരിച്ചത് ഹന്ന തോമസ് എന്ന് പറഞ്ഞ മലയാളി. ഓസ്ട്രേലിയയിൽ മന്ത്രിയായിരിക്കുന്നത് ഒരു മലയാളി, ചാൾസ് ആന്റണി എന്ന് പറയുന്ന ആൻഡ്രൂ ആന്റണി എംപിയുടെ സഹോദരപുത്രൻ. സോജൻ ജോസഫ് എന്ന് പറഞ്ഞയാള് നമ്മുടെ ബ്രിട്ടനിലെ MP ആയിരിക്കുകയാണ്. 139 വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് അവിടെ സോജൻ ജോസഫ് ഒരു ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററെ തോൽപ്പിച്ചിട്ടാണ് MP ആയത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യൽ അതേ പൊട്ടൻഷ്യലാണ് ലോകത്തെ മാറ്റാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ. നമുക്കറിയാം,
ഇവിടുത്തെ വിവാദം മാത്രം മതി, വിവാദത്തിനൊന്നും കാര്യമില്ല. ഈ നാടിനെ സംരക്ഷിക്കുവാൻ, ഇവിടുത്തെ മകനെ സംരക്ഷിക്കുവാൻ എത്ര വിവാദം നേരിടേണ്ടി വന്നാലും അതിലേക്ക് നേരിടുവാൻ കേൾപ്പുള്ളവരാണ് ഈ നാട്ടിലുള്ളവരെന്ന് നിസ്സംശയം എനിക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് വിവാദം കാണിച്ചുകൊണ്ടൊന്നും ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കില്ല. ഇവിടെ മാറ്റമാണ് ആവശ്യം. ഇവിടുത്തെ കുട്ടികളുടെ കഴിവിനെ സംരക്ഷിക്കാൻ ആവശ്യം. ആധുനികമായ മഹാരാഷ്ട്ര ഗവർണർ അദ്ദേഹത്തിന്റെ മോൻ കാണുമ്പോൾ എന്റെ പിതാവിനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള പ്രവർത്തന ശൈലി, ഒരു പ്രോട്ടോകോളും നോക്കാതെ അദ്ദേഹം കണ്ടുവന്നു. ഇന്ന് പ്രോട്ടോകോൾ തെറ്റിച്ചുകൊണ്ടാണ് ശ്രീ അഖിൽ നാരായണൻ സംസാരിക്കാൻ സമ്മതിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ പ്രോട്ടോകോളും മാറ്റിവെച്ച് ഇവിടുത്തെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ആദരണീയനായ ഗവൺമെന്റ് പുതുപ്പള്ളിയിലേക്ക്, കോട്ടയത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. My regards, my gratitude, the gratitude regards of the entire Don Bosco institutions to Honorable and most dignified Governor of Maharashtra for his very much esteemed presence, graceful presence here, and also to our beloved MLA Sri Chandi Ulan for wholeheartedly welcoming the project and making it as his own, and also giving a lot of support to this project in the district of Kottayam. And I also would like to place my congratulations and also my gratitude to the well-known writer and director, Mr. Abhin Mara, and also would like to congratulate Father George and the entire team here, the coaches, the students, all those who are here. Let us do a great change. Let us light a ray of hope for a great change. God bless you all. Have a good day.
Mr. Akhil Mara, the film director and writer. Thank you, Father and honored guests, for your continued support and inspiration in shaping a better tomorrow for our youth. It is our honor and privilege to now invite our chief guest of the day, Honorable Governor of Maharashtra, Shri C.V. Radhakrishnan, to address this gathering and share his vision for youth empowerment and social change. അമ്മയായി അച്ഛനായി ദൈവമായി നാം അണികളും പ്രാർത്ഥിക്കുന്ന ഭാരത അമ്മയുടെ പൊതുപാതകളെ നമസ്കരിച്ചു. We are today celebrating the inauguration ceremony of the Sports for Change. When you say Pudupalli, there is a legacy. That legacy of Oman Chandi is continuing with a very, very big change, Chandi Oman. So, our distinguished guest, Sriman Chandi Oman, MLA of Pudupalli, for Jitom Kumar, HDB, Assistant Director, Vets, and Sri Akhil Mara, the Film Director. We all know why we are celebrating the Sports for Change. We all know that not everybody who is going to participate are going to win in the sports. One will get the gold medal, the other will get the silver medal, then the third one will get the bronze medal. But why? We need sports to keep you fit and free from all the evil attractions of the society. And I am sure Akhil Mara will join with us in the No to Drugs. Today, unfortunately, not only Malayalam film industry, the entire film industry all over the world, the drug using is becoming a very common thing. So, I am sure our Akhil Mara will join with us, No to Drugs, and make that message to the entire world, especially among the youngsters. Father Reshi Chirukal, HDB, Rector of Don Bosco Schools, Srimati Mariamma Oman, the great lady behind our great Chief Minister Oman Chandi, presidents of various Gram Panchayat, office bearers of the great school which started 31 years back, and their coaches, young athletes, and my dear young students, and all the witnesses. Illorukum Namaskar. It is indeed a privilege and a moment of great joy to inaugurate the Sports for Change initiative, a transformative step forward that all will empower thousands of underprivileged children and the youth in Kerala. That is the ultimate aim of this. We want the sports talents from the downtrodden society also to be tapped, to be encouraged, to be modified, and their talents should be more and more reviewed and refined so that they can be. I
give warm greetings and best wishes from the people of Maharashtra and salute the spirit of collaboration and commitment that has made this project possible. Our Chandi Oman has said in his speech, our next aim is to establish an indoor stadium in Puduppally. I am sure that is going to happen. When your intentions are good, but your failures will not be an obstacle, the ultimate victory will come to you. So we all wish Chandi Oman will be very successful in creating this sports complex in Puduppally and we all thank you. What is sports? There is no difference between the sports and prayer. Prayer is also for concentration of mind. Sports is also for concentration of mind and body. The sports also create a self-discipline inside. The prayer is also creating a self-discipline inside. If we are born like our their spiritual father, then there is no need for any of us to go to a church or temple or a mosque. But God is not creating everyone like that. God is creating with different characters. But God is allowing the human being to rectify himself and he can stop himself from doing wrong things. That is where the sports and the prayer is doing an enormous self-discipline act inside the heart of every individual. And this new move, Sports for Change, is not just a program, it is a vision that merges the power of sports with the promise of social upliftment. There were days the Olympic medalists also get nothing in our country. But today, every sportsman is getting the maximum encouragement from the society. The economy grows, the sports grows. The economy grows, the security grows. The economy grows, poverty is getting eliminated. So sports in India today, you can take it as a profession and you can excel in your life. You might have seen my recipe was there, they might have biodata, they might have said I am a long distance runner. But I will share with you, I have never won any prize in the long distance, but I am a long distance runner. What is the ultimate benefit I get out of it? Yesterday I met the Home Minister in Delhi and I cancelled the flight from Delhi to Kochi. But my flight was delayed. That gives me another opportunity of meeting our Kerala Chief Minister in Delhi airport. We both were having a good exchange of views for about 20 minutes with him, and I appreciate him for going for this Vizhinjam port. So we differ in politics. If there is no differentiation, there is no democracy.